വരും മറ്റേ മോനെ എന്നൊക്കെ പറഞ്ഞ് ബിജെപിയെ ട്രോളാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ഈ സുരേഷ് ഗോപി അംഗീകരിക്കുന്നുണ്ടോ അത്തരം പ്രസ്താവന? അല്ല, നോക്കൂ, സുരേഷ് ഗോപി പൊന്നുമോനെ എന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ കരുതുന്നത്, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരാൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ല ഞാൻ കണക്കാക്കുന്നത്. ശ്രീമാൻ സുരേഷ് ഗോപി എത്രയോ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറെ അനുഭവങ്ങളുണ്ട്. ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എത്രയോ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി ഞാൻ മാത്രമല്ല, പഠനത്തിന് സഹായം ചെയ്തിട്ടുണ്ട്, വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരെ പോലെ കൃത്യതയോട് കൂടിയിട്ട് വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ടൂറിസത്തിന്റെ മന്ത്രിയാണ്, ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള കേരളത്തിന്റെ വകുപ്പ് മന്ത്രി ഒരു കാര്യവും എന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ആവശ്യപ്പെടേണ്ടതല്ലേ? ആവശ്യപ്പെട്ടുകൊണ്ട് ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരനായ മന്ത്രിയാണ് നമുക്കുള്ളത്, നടക്കാൻ വയ്യാത്ത ആളല്ല. ആ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മിനിസ്റ്റർ കേന്ദ്രത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയെ സുദൃഢമാക്കണ്ടേ? ആ ചോദ്യം ചോദിക്കുന്ന സുരേഷ് ഗോപിയെ അംഗീകരിക്കണ്ടേ? ഇപ്പൊ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പെട്രോളിയത്തിന്റെ മിനിസ്റ്ററുമാണ്. എന്നാൽ ആർക്കും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണ്ട എന്ന് താല്പര്യം എങ്ങനെയാ വന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ മിനിസ്റ്റർ ആയതുകൊണ്ട്. ഇപ്പോൾ മറ്റൊരു മന്ത്രിയുണ്ട്, ശ്രീമാൻ ജോർജ് കുര്യൻ. ഇവിടെ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ണൂരിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലായിരുന്നു. എല്ലാ വർഷവും അവിടെ താറാവുകളെ കൊന്നൊടുക്കുകയാണ്. അപ്പൊ താറാവുകളെ കൊന്നൊടുക്കുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ടാണ് കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ തോന്നൽ ആണോ? ഒരു 10 താറാവുകളെ വളർത്തിക്കൊണ്ട് അതിൽ നിന്ന് ആ മുട്ട വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് വീട്ടില് കഞ്ഞി വെക്കുന്ന അമ്മമാരുള്ള നാടാണ് ആലപ്പുഴ, കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ എല്ലാ വർഷവും ഈ താറാവിനെ കൊലപ്പെടുത്തുന്നു. താറാവിന് രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു. രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ മാറ്റാനുള്ള പ്രതിരോധ മരുന്നെന്താ കണ്ടുപിടിക്കാത്തത്? നമുക്ക് സംവിധാനം വേണ്ടേ? അപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ആമയെ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ? ടർട്ടിൽ ടൂറിസം എന്ന് പറയുന്നത് പുരോഗമനപരമായി കേരളത്തിൽ നടന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മാറി മാറി ഓരോ ജില്ലകളിലും പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ പാലക്കാട്, അതായത് പാലക്കാട് ടൗണ് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ പാടം, അതായത് നെൽവയൽ, വെറുതെ ഇട്ടിരിക്കുന്ന നെൽവയലിൽ ചില പ്രദേശത്ത് ആളുകൾ കുടിൽ കെട്ടിയിട്ടുണ്ട്. കുടിൽ കെട്ടിയിട്ട് അവർ ഓൺലൈനായിട്ട് അവർ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ തിരക്കാണ് അവിടെ. ആലത്തൂർ ഭാഗത്തുണ്ട്, നെന്മാറയിലുണ്ട്, അതുപോലെ തന്നെ കൊല്ലങ്കോടുണ്ട്. അവിടെ വന്ന് വൈകുന്നേരം കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. അപ്പൊ ടൂറിസത്തിന്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ആത്മീയ ടൂറിസം ആണെങ്കിലും നമുക്കറിയാം സാധിക്കുന്ന ഫാമിംഗ് ഇപ്പോൾ നഷ്ടമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? നെൽകൃഷി നഷ്ടമാണ്. എന്നാൽ പിന്നെ ചില പ്രദേശങ്ങളിലെങ്കിലും ഫാമിംഗ് ടൂറിസത്തെ കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടെ? അഡ്വഞ്ചർ ടൂറിസം, ഇവിടെ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ 10 ദിവസം അഡ്വഞ്ചർ ടൂറിസത്തിന് തുടങ്ങി അവസാനിക്കുന്നതിനുള്ളിൽ 16 പേർക്ക് പരിക്ക് പറ്റി. അപ്പൊ ഇതെങ്ങനെ നൂതനമായ ശൈലിയിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കേണ്ടതിന് പകരം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിരിക്കാതെ ബജറ്റിൽ ഞങ്ങൾക്ക് വാരിക്കോരി പറയാമായിരുന്നല്ലോ. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിന് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, 3 മാസം കഴിഞ്ഞാൽ കുറെ BJP-കാർ ജയിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ചിന്തയെങ്കിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളും പറയാം. പക്ഷേ ശ്രീമാൻ നരേന്ദ്രമോദി പറയുന്നത് പ്രാവർത്തികമാക്കണം എന്ന് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയും ബജറ്റിൽ പറയാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല. നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പരിശ്രമം നടത്തണം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.